നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 3 ദിവസം മാത്രമാണ് നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത്. 9-ാം തീയതി കേരളത്തിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. കേരളത്തിലുടനീളം നടന്നുവരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളും വളരെ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വൻ വിജയം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടും എന്ന കാര്യത്തിൽ ഇപ്പോഴാർക്കും സംശയമില്ല. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള വികസന കരുത്തിൻ്റെ ബലത്തിലാണ് കേരളം ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. അതിനുതകുന്ന രീതിയിലുള്ള ഒരു പ്രകടന പത്രിക ഏതാണ്ട് 950 ഉറപ്പുകളാണ് അതിൻ്റെ ഭാഗമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട 60 ഇനങ്ങൾ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ടാണ് 10 വർഷത്തിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടി വോട്ട് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. കേവല ദാരിദ്ര്യം അവസാനിപ്പിക്കും എന്നത് ഇന്ത്യയിലെ ഒരു ഇന്ത്യൻ സംസ്ഥാനത്തും ഇതേവരെ പ്രാവർത്തികമാക്കാത്ത ഒരു കാര്യമാണ്. അതിപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിദാരിദ്ര്യം അവസാനിപ്പിച്ച സംസ്ഥാനം എന്ന നിലയിൽ കേവല ദാരിദ്ര്യം തന്നെ അവസാനിപ്പിക്കുമെന്നുള്ള മുദ്രാവാക്യം പ്രകടന പത്രികയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി തന്നെ വെച്ചിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ 3000 ഉറുപ്പികയാക്കി വർദ്ധിപ്പിക്കുമെന്നതും പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും തൊഴിൽ നൽകുക എന്നത് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബദൽ നിലപാടാണ്. 50% വരുന്ന സ്ത്രീകൾക്ക് ജോലി ഉറപ്പാക്കുന്ന ഒരു സമീപനം കുടുംബശ്രീ സംവിധാനത്തിൻ്റെ അനുബന്ധമായി നമ്മളിപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, 62 ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ട്. 31.39 ലക്ഷം സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള 1000 രൂപ പ്രകാരം ലഭിക്കുന്ന പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. തൊഴിലില്ലായ്മയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ കെയർഡെസ്കിൻ്റെയും എക്കണോമി മിഷൻ്റെയും ഒക്കെ ഭാഗമായി ഇപ്പോഴാസൂത്രിതമായിട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകമായ ഒരു ഇനം എന്ന നിലയിലാണ് 50% സ്ത്രീകൾക്ക് ജോലി നൽകുക എന്ന കാര്യവും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഈ രീതിയിൽ ജനക്ഷേമകരമായ പദ്ധതികളുമായി ബന്ധപ്പെട്ട് പ്രോഗ്രസ് കാർഡ് ഓരോ വർഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ പ്രകടന പത്രികയുടെ ഭാഗമായിട്ട് ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ പുരോഗതി ഓരോ വർഷവും ജനങ്ങളെ അറിയിച്ചത്. പൊതുവായ വാഗ്ദാനങ്ങൾ നൽകുന്ന കോൺഗ്രസിനും BJPക്കും അവർ ഇന്നേ വരെ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റുന്നവരല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. കോൺഗ്രസ് പറയുന്ന അവരുടെ ഗ്യാരണ്ടി ഒന്നും അവരുടെ തന്നെ നേതൃത്വപരമായ പങ്കോടുകൂടി നിർവഹിക്കാൻ തീരുമാനിച്ച വയനാട് ദുരന്ത നിവാരണ ഫണ്ട് അവർ തന്നെ പിരിച്ച് ഇപ്പോഴും മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് പോലെ ഇപ്പോൾ 1.5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വീട് പണി പൂർത്തിയാക്കിയതിന് ശേഷം ഞങ്ങൾ ജനങ്ങളോട് കണക്ക് പറയും എന്നാണ്.
പ്രതിപക്ഷ നേതാവ് ഒരു ദിവസം പറഞ്ഞത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, വേണമെങ്കിൽ പോയി നോക്കിക്കോ എന്നാണ്. ആദ്യം പോയി നോക്കിക്കോ എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ഇല്ല എന്ന് വ്യക്തമായി. ഒരു പണിയും നടക്കുന്നില്ല. അവരാകെ 3.5 ഏക്കർ സ്ഥലമാണ് വാങ്ങിയത്. അതിൻ്റെ രേഖയാണ് അവിടെ KPCC പ്രസിഡന്റിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തത്. അപ്പോഴൊരു ദിവസം സണ്ണി ജോസഫ് പറഞ്ഞു, ഞങ്ങൾ 5 കോടി ഉറുപ്പിക ചെലവാക്കി ഭൂമി വാങ്ങി എന്ന്. അപ്പോഴാണ് 3.20 കോടിയാണ് ചെലവാക്കിയത് എന്ന വാർത്ത ആധാരവുമായിട്ട് ബന്ധപ്പെട്ട് വന്നത്. പിന്നീട് അത് തിരുത്തി ഇനി വാങ്ങാനുള്ള 2.5 ഏക്കർ കൂടി ചേർത്ത് അത് ആധാരം ചെയ്തു കഴിഞ്ഞിട്ടില്ല എന്ന ഒരു ഒഴിവും പറഞ്ഞ് എല്ലാം കൂടി ഇപ്പോൾ 5 കോടിയിലധികം ഉറുപ്പിക ചെലവായിരിക്കുന്നുവെന്നും ഇപ്പോൾ വാങ്ങിയ സ്ഥലത്തിന് തന്നെ ഞങ്ങൾ യഥാർത്ഥത്തിൽ 93 ലക്ഷം ഉറുപ്പിക KPCC ഫണ്ടിൽ നിന്ന് കൊടുക്കേണ്ടി വന്നുവെന്നും ഇനിയും അതിൻ്റെ ബാധ്യത തീർക്കാൻ 73 ലക്ഷം കൂടി വേണ്ടി വരുമെന്നും അദ്ദേഹം പറയുകയാണ്. യൂത്ത് കോൺഗ്രസ്സുകാർ കൊടുത്ത 1 കോടി ഉറുപ്പിക 1.05 കോടി ഇതിൻ്റെ പുറമേയല്ലേ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം കൂടിയിട്ടാണെന്നാണ്. ഞാൻ ഈ കണക്ക് വിശദീകരിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. കേരളത്തിൻ്റെ അകത്തും പുറത്തും ഇന്ത്യക്ക് വെളിയിൽ ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ പ്രവാസികളായവരുൾപ്പെടെ കോടിക്കണക്കിന് ഉറുപ്പിക കൊടുത്തിട്ട് അധ്യാപക സംഘടന മാത്രം 1 കോടി കൊടുത്തു എന്നുള്ള വാർത്ത വന്നെയാണ്. ഇങ്ങനെ 1-2 വിഭാഗങ്ങൾ തന്നെ ഓരോ കോടി കൊടുത്തു എന്നുള്ള വാർത്ത വന്നെയാണ്. പിന്നെ ഈ MLA-മാരുടെ ഫണ്ട്, MP-മാരുടെ ഫണ്ട്, വിദേശികളുടെ ഫണ്ട്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടിയ ഫണ്ട്, കേരളത്തിൽ തന്നെ പിരിച്ച ഫണ്ട്, ആപ്പുമായിട്ട് ബന്ധപ്പെട്ട് ശേഖരിച്ചത്, ഇതൊക്കെ ചേർത്ത് എത്ര കോടിയാണ് എന്ന് ഒരു 100 കോടിയിലധികം പിരിച്ചു എന്നാണ് പലരും പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഫണ്ടല്ല ഇവിടെയാണ് പോയത്. ഇനി വീടുണ്ടാക്കാൻ വേണ്ടി ഒരു നയാ പൈസ ഇല്ലയെന്ന് മാത്രമല്ല, നടന്നിടത്തോളം കാര്യത്തിന് 73 ലക്ഷം കടം വാങ്ങേണ്ട അവസ്ഥയാണ്. ഞങ്ങൾ കൊടുത്തതിന് പുറമെ 93 ലക്ഷം കൊടുത്തതിന് പുറമെ KPCC കൊടുത്തതിന് പുറമെ എന്നാണ് KPCC പ്രസിഡന്റ് പറയുന്നത്. ഇങ്ങനെ ഒരു വലിയ തട്ടിപ്പ് ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് പിരിച്ച ഫണ്ടിൻ്റെ കാര്യത്തിലുണ്ടാകുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ കേരളം കൈകാര്യം ചെയ്യാനാവുക എന്നുള്ളത് ജനങ്ങൾ ചിന്തിക്കില്ലേ? ജനങ്ങൾ ഗൗരവപൂർവ്വം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അവർ കൃത്യമായിട്ടുള്ള നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 1 രൂപ പോലും കയ്യിലില്ലാത്ത കോൺഗ്രസ് എങ്ങനെയാണ് 230 വീട് എടുക്കാൻ പോകുന്നത്? 100 വീട് കോൺഗ്രസ് കൊടുക്കേണ്ടതും 100 വീട് രാഹുൽ ഗാന്ധി കൊടുക്കേണ്ടതും 30 വീട് യൂത്ത് കോൺഗ്രസ് കൊടുക്കേണ്ടതും. നിങ്ങൾ മനസ്സിലാക്കും, 20 കോടി ഉറുപ്പിക DYFIക്കാർ അവരുടെ അധ്വാനത്തിൻ്റെയും ആക്രി പൊറുക്കിയൊക്കെ ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോഴാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് ഈ ആപ്പ് ഉണ്ടാക്കി പിരിച്ച് വേറെ ആളും കൊടുക്കാൻ പാടില്ല, സർവീസ് സംഘടനകൾ ഉൾപ്പെടെ എല്ലാവരും ഒരു നയാ പൈസ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് വിലക്കി അതിൻ്റെ എല്ലാം ഫണ്ട് പിരിച്ച് ഇപ്പോഴും ആപ്പുമില്ല, ഇപ്പം അവസാനം ഫണ്ടുമില്ല, ഒരു നയാ പൈസ ഇനി ബാക്കിയില്ല. AICCയിൽ നിന്നോ KPCCയിൽ നിന്നോ ഫണ്ട് വാങ്ങി ഞങ്ങൾക്ക് വീടുണ്ടാക്കേണ്ടി വരുമെന്ന് ഇപ്പോഴും പറയുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി കേരളത്തിലെ ജനങ്ങൾ അവരുടെ കാര്യക്ഷമതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഗൗരവപൂർണമായ ചിന്ത രൂപപ്പെടുത്തുമെന്ന കാര്യം ഞങ്ങൾക്ക് സംശയമില്ലതാണ്. അതേപോലെ അവിടെ സിദ്ദിഖിനെ പോലെ അവിടുത്തെ തന്നെ MLA ആണ്. അവർ എല്ലാവർക്കും അറിയുന്നൊരു പേരാണല്ലോ ശ്രുതിയുടെ പേര്. അവർക്ക് വീടുണ്ടാക്കി കൊടുക്കും എന്ന് പറയും. തറക്കല്ലിട്ടു, എല്ലാ കാര്യവും നിർവഹിച്ചു,
വ്യാപകമായ പ്രചാരവേല നടത്തി. ഇപ്പോഴവർക്ക് തറയിലുണ്ടാക്കി തൂണിൻ്റെ ചില ഭാഗം മാത്രം പത്രത്തിൽ ഫോട്ടോ തന്നെ വന്നു, കാട് കയറി കിടക്കുക. ഞാനത് പറയാൻ വേണ്ടിയല്ല പറയുന്നത്. കോൺഗ്രസ്സുകാർ വീടുണ്ടാക്കി തരുമെന്ന് വിചാരിച്ചിട്ട് കോൺഗ്രസ്സുകാരും കോൺഗ്രസ് അനുഭാവികളും അവരാണല്ലോ പ്രധാനമായിട്ട് അവരെ ആശ്രയിക്കുക. അവർ ഗവൺമെൻറ്റിൻ്റെ സ്കീമിൻ്റെ ഭാഗമായി വീട് വേണ്ടാത്തവർക്ക് 15 ലക്ഷം ഉറുപ്പിക ഗവൺമെൻറ് നൽകും. അങ്ങനെ 15 ലക്ഷം ഉറുപ്പികയും വാങ്ങി കോൺഗ്രസിൻ്റെ വീട് കിട്ടുമെന്ന് വിചാരിച്ച് പോയ നിരവധി ആളുകളുണ്ട്. ലീഗുകാർ പറഞ്ഞത് ലീഗുകാർ അതിൻ്റെ ആദ്യഘട്ടം വീട് പണി പൂർത്തിയാക്കി കൊടുത്തു. അവർ തന്നെ 40 കോടി ഉറുപ്പിക പിരിച്ചിട്ടാണ് വീടുണ്ടാക്കിയത് എന്നാണ് കണക്ക് വന്നത്. പക്ഷേ ഇവിടെ ഇങ്ങനെ 15 ലക്ഷം ഉറുപ്പിക വാങ്ങിപ്പോയ ശ്രുതി ഉൾപ്പെടെയുള്ള അവരുടെ കുടുംബം, അതിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നം അഭിമുഖീകരിക്കുന്ന ഗവൺമെൻറ്റാണ് അവർക്ക് ജോലി തന്നെ കൊടുത്തത്. വീടില്ലാതെ ഇന്ന സന്ദർഭത്തിൽ ഇപ്പോൾ കലക്ടറോട് പറയുകയാണ്, ആ 15 ലക്ഷം ഉറുപ്പിക ഞാൻ തിരിച്ചു തരാം, എനിക്ക് ടൗൺ പ്ലാനിൻ്റെ ഭാഗമായി പുനരധിവാസ കേന്ദ്രത്തിൽ വീട് വേണം എന്നാവശ്യപ്പെടുന്ന സ്ഥിതി പുറത്തു വന്നു ആ വാർത്ത. യഥാർത്ഥത്തിൽ അവരെല്ലാം കബളിക്കപ്പെട്ടു എന്നുള്ളതല്ലേ സത്യം. ഇങ്ങനെയുള്ള നിരവധി കുടുംബങ്ങൾ ഇപ്പോൾ വരികയാണ്. അതേപോലെ ഹരിയാന നിയമസഭാ സീറ്റ് സംബന്ധിച്ചുള്ള പ്രശ്നം ഇപ്പോഴും വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്യുക. സുചിത്ര ദേവി എന്ന് പറയുന്നത് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അവർക്ക് ജയിക്കാൻ സാധിക്കുന്ന ഒരു സീറ്റല്ല, മത്സരിക്കാൻ വേണ്ടി ഒരു സീറ്റ് കൊടുക്കാൻ 7 കോടിയാണ്. അപ്പോൾ ചില വാർത്താ മാധ്യമങ്ങൾ ചോദിക്കുന്നത് ജയിക്കുന്ന സീറ്റിലേക്ക് എത്രയായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ആ 7 കോടി ഉറുപ്പിക കൊടുത്തിട്ട് പറ്റിച്ചു എന്നാണ് പറയുന്നത്. അത് ചെറിയ ആരെങ്കിലുമല്ല, കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വമാണ്. കെ.സി. വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി, കൊടിക്കുന്നിൽ സുരേഷ്, ഇവരുടെ ചില സ്റ്റാഫിനെ ഇപ്പോൾ മാറ്റി നിർത്തിയതായിട്ടുള്ള വിവരമുണ്ട്. അത് ഇതിൻ്റെ ഭാഗമായിട്ടാണോ എന്ന കാര്യവും പരിശോധിക്കാൻ നന്നായിരിക്കും. ഇപ്പോൾ ഗൗരവ് കുമാർ, അവരുടെ ഭർത്താവ്, കേസ് കൊടുത്തു. ഈ കേസ് ഏറ്റവും അവസാനം വന്ന വാർത്തയിൽ പറയുന്നത് കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ RSS നേതൃത്വം ഉൾപ്പെടെ ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് അത് ഇപ്പോൾ അതിൻ്റെ കോപ്പി പോലും കൊടുക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ്. വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. സാധാരണ FIR കൊടുക്കേണ്ടതാണ്, വെബ്സൈറ്റിൽ കിട്ടുന്നതാണ്. അത് വെബ്സൈറ്റിലിട്ടില്ല, കൊടുക്കുന്നുമില്ല, അനന്തര നടപടികളൊന്നും മുന്നോട്ടേക്ക് പോകുന്നില്ല എന്ന് ഗൗരവ് കുമാർ ഇപ്പോൾ വലിയ ആരോപണമായിട്ട് ഉന്നയിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ രീതിയിലുള്ള വിജയം നേടും എന്ന് ഞങ്ങൾ അവകാശപ്പെടുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രവചനം നടത്തിയിട്ടുള്ള സർവേകളിലൊന്നും എവിടെയും ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ UDF തിരിച്ചു വരും എന്നായിരുന്നു സർവേകൾ മുഴുവൻ, സർവേകളും. ഞങ്ങൾ അന്നും ഇന്നും 100% സർവേകൾ പറയുന്നതൊക്കെയാണ് ശരിയെന്നുള്ള വിശ്വാസമുള്ളവരല്ല. പക്ഷേ അന്ന് സർവേയെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചവരാണ് UDF. പക്ഷേ വിധി വന്നപ്പോൾ 99 സീറ്റ് നേടി എല്ലാ പ്രവചനങ്ങളെയും സർവേകളെയും തെറ്റിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 2ാം ടേം ചരിത്രത്തിൽ ആദ്യമായി അധികാരത്തിൽ വരാൻ കഴിഞ്ഞു. ഇപ്രാവശ്യം മിക്കവാറും എല്ലാ സർവേയും ഇടതുപക്ഷത്തിന് അല്പം മുൻതൂക്കമുണ്ട് എന്ന രീതിയിൽ വന്നപ്പോൾ കോൺഗ്രസ്സുകാർ കേസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുകയാണ്. ഞങ്ങൾക്കതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ,
കഴിഞ്ഞ ഘട്ടത്തിൽ ഒരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞ UDFിൻ്റെ അവകാശവാദം, LDFിന് ഒരു സാധ്യതയുമില്ല എന്ന അവകാശവാദം ന്യായീകരിക്കുന്നതിന് വേണ്ടി സർവേയെ ഉപയോഗിച്ചവർ ഇപ്പോൾ സർവേ ഒരു തരത്തിലും പാടുള്ളതല്ല, അതിനെതിരായിട്ടുള്ള കേസ് ഉൾപ്പെടെ കൊടുക്കുന്ന സാഹചര്യം വരുമ്പോൾ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഒരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞ ഘട്ടത്തിൽ വൻ സാധ്യതയോടുകൂടി തിരിച്ചധികാരത്തിൽ വന്ന രണ്ടാം ടേമിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സർവേയുടെ വെളിച്ചത്തിൽ തന്നെ സാധിക്കും എന്ന കാര്യമാണ് എനിക്കതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതാണ് അത് സംബന്ധിച്ചുള്ള കാര്യം. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് ഇന്നത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വലിയ മുന്നേറ്റം. ഞാൻ എല്ലാ ജില്ലയിലും പോയി മണ്ഡലം കമ്മിറ്റികളെല്ലാം, പ്രധാനപ്പെട്ട മണ്ഡലം കമ്മിറ്റികളെല്ലാം പരിശോധിച്ചു. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 3 ദിവസമായി എല്ലാ 14 മണ്ഡലങ്ങളിലും ഒരു റൗണ്ട് കൂടി പരിശോധിച്ചു. വലിയ മുന്നേറ്റം തന്നെയാണ് കേരളത്തിലും. അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും വലിയ ടഫ് ഫൈറ്റ് നടക്കുന്നു എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം ഉൾപ്പെടെ നേമം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ കഴിയും. BJPയുടെ അക്കൗണ്ട് തുറക്കാൻ ഈ തിരുവനന്തപുരത്ത് അവർ പറയുന്ന 3 മണ്ഡലങ്ങളുണ്ട്. ആ 3 മണ്ഡലത്തിലും സാധിക്കുന്നതല്ല എന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. വലിയ രീതിയിലുള്ള മതനിരപേക്ഷ ഉള്ളടക്കത്തോടുള്ള സമീപനം കേരളം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. അതിപ്പോൾ നമ്മൾ ഒരു പ്രവചനത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ഏതായാലും നല്ല ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചു. ഇല്ലില്ല, ഞങ്ങൾ 25 ലക്ഷം രൂപ ആദ്യം കൊടുത്തത് മാത്രമേ ഉള്ളൂ. പിന്നീട് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് എല്ലാ വീടുകളിലും കയറി സ്ക്വാഡായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകണം എന്ന് പറയും. അതിൻ്റെ QR കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് കൊടുക്കുകയും അവരെ കൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം നൽകാൻ ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുകയുമാണ് ഞങ്ങളുടെ സ്ക്വാഡ് മുഴുവൻ ചെയ്തത്. ഞങ്ങൾ സ്വയം ഫണ്ട് പിരിച്ചില്ല, അതിനുവേണ്ടി ഫണ്ട് പിരിച്ചിട്ടില്ല. ഭൂരിപക്ഷം സർവേയും നമ്മൾ ചിത്രത്തിലേ ഉണ്ടാവില്ല എന്നാണ്. അത് മനോരമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉന്നം പോലെയായിരിക്കും. നിങ്ങൾ അതായത് ഇങ്ങനെ ഈ LDF ഇതാ ജയിക്കാൻ പോവാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് പറയാൻ വേണ്ടിയിട്ടാ. ഞങ്ങൾക്ക് സർവേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 100% സർവേ ആണ് ശരി എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. എനിക്ക് അന്നുമില്ല ഇന്നുമില്ല. പക്ഷേ അന്ന് പറഞ്ഞത് ഇവിടെ യാതൊരു സാധ്യതയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല എന്നാണ്. ഇന്ന് പറഞ്ഞത് അല്പം മുൻതൂക്കം LDFനുണ്ട് എന്നാണ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ചൂണ്ടിക്കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കിത് രണ്ടും അല്ലെങ്കിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിൽ കേരളത്തിൽ തിരിച്ചു വീണ്ടും അധികാരത്തിൽ വരാൻ സാധിക്കുന്ന ഭൂരിപക്ഷത്തിലേക്ക് വരാൻ പോവുകയാണ്. അതാ പറഞ്ഞത്. ഒറ്റ സീറ്റും പിടിക്കില്ല. അത് പ്രവചനമൊക്കെ പലതും നടക്കും. ആ പ്രവചനത്തിനൊന്നും യാതൊരു അടിസ്ഥാനമില്ല. ഇവിടെ BJP ജയിക്കും എന്ന് പറയുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾ തന്നെ പറഞ്ഞത് 3-4 മണ്ഡലങ്ങളാണ് അല്ലേ? ആ 3-4 മണ്ഡലങ്ങളിൽ തിരുവനന്തപുരത്താണ് 3 മണ്ഡലം പറയുന്നത്. ആ 3 മണ്ഡലത്തിലും BJP ജയിക്കില്ല. പിന്നെ ഇനി BJP ജയിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ വോട്ട് കൊണ്ട് മാത്രമേ ജയിക്കുള്ളൂ. കോൺഗ്രസ് BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്താൽ മാത്രമേ ജയിക്കൂ. മഞ്ചേശ്വരത്ത് കാണുന്നത് എന്താ പറഞ്ഞാൽ, അവിടെ STPയുടെ സ്ഥാനാർത്ഥിയെ ലീഗ് നേതൃത്വം തന്നെ ഇടപെട്ടിട്ടാണ് അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത്. അപ്പോൾ അവിടെ BJP ജയിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നിലപാടിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ള നിലപാട് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP ജയിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് കേരളത്തിലെവിടെയും. ഒരു കളങ്കമില്ല ഞങ്ങൾക്ക് എന്ത് കളങ്കം? ഒരു കളങ്കം. ഞങ്ങൾ കൃത്യമായ LDF എന്ന രീതിയിലാണ് മത്സരിക്കുന്നത്.
അത്രയേ ഉള്ളൂ അതിൽ. നിങ്ങളെങ്ങനെയാണ് കാണുന്നത് അതിനാ? അല്ല, എന്താ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? എങ്ങനെയാണ് ആയിട്ടാണോ? ഞങ്ങൾക്കതിനെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. എല്ലാ വർഗീയ സംഘടനകളെയും ഞങ്ങൾ കൃത്യമായ നിലപാട് വെച്ചുകൊണ്ടാണ് അളന്നിട്ടുള്ളത്. അത് അങ്ങനെ പറയേണ്ടതെന്നാണ് തീരുമാനിച്ചു പോരെ. അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പറയേണ്ടിയില്ല. അതല്ല, ഓരോ സ്ഥാനാർത്ഥി ഇപ്പം പറഞ്ഞല്ലോ, ഓരോരാളും പറഞ്ഞല്ലോ. ഇപ്പം മഞ്ചേശ്വരം സ്ഥാനാർത്ഥി പറഞ്ഞു SDP എന്ന് പറയുന്നത് മതനിരപേക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്ന്. ആരാ പറയുന്നത്? UDF സ്ഥാനാർത്ഥിയാണ് പറയുന്നത്. അങ്ങനെ പലരും ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിലാണ് മത്സരിക്കുന്നത്. മത്സരിച്ച് ഇപ്പോൾ ഇത്ര വരെ എത്തിയതിനു ശേഷം 3 ദിവസം മുമ്പ് മാത്രം വേറെ ആരെങ്കിലും ആ മുന്നണിയുടെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കുകയോ ഏതെങ്കിലും സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുകയോ സീറ്റ് കൊടുക്കുകയോ ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ. SDP അവരുടെ സ്വാധീനമുള്ള മണ്ഡലത്തിലല്ല അവർ മത്സരിക്കുന്നുണ്ട്. പിന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് BJP ജയിക്കാതിരിക്കാൻ വേണ്ടി നിലപാട് സ്വീകരിക്കുന്നതാണ്. അങ്ങനെ സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടോ? അതിൽ അവർ തീരുമാനിക്കണ്ടേ, ഞങ്ങൾക്ക് അതിൽ യാതൊരു പ്രശ്നമില്ല. അതെ, അപ്പോ UDF ഭാഗം തന്നെയല്ലേ അവര് ഈ ചെയർമാന് എന്ത് വിലയുള്ളത്? നിങ്ങൾ അതിനല്ലേ പറയുന്നത് വൈരുദ്ധ്യം. അതായത് ചെയർമാൻ UDF അല്ല, ഒരു കാര്യമില്ല, അവസരവാദപരമാണ്, നുണ. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ പറയേണ്ടതിരിക്കുന്നത് അത് ഇന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ഞാൻ പറയാം. സമാധാനത്തിൽ കേൾക്ക്. UDF ഭാഗമല്ലേ ലീഗ്, അല്ലേ? അതിന് സംശയമുണ്ടോ? ഇല്ല. UDF ചെയർമാനല്ലേ VD സതീശൻ. ചെയർമാനായ UDF ഭാഗമായി മത്സരിക്കുന്ന മഞ്ചേശ്വരം സ്ഥാനാർത്ഥി ഇവര് മതനിരപേക്ഷവാദികളാണെന്നും അവരുടെ പിന്തുണ ഞാൻ വാങ്ങുമെന്നും SDP പറ്റി പറഞ്ഞത് പരസ്യമായ സ്റ്റേറ്റ്മെന്റായി വന്നില്ലേ? പിന്നെ പറഞ്ഞതിനെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? അസംബന്ധം പറയാണ് വെറുതെ. ഏത്? അല്ല, സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നവർ ഇന്ന ആളുടെ വോട്ട് മാത്രമേ വേണ്ടൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ. എല്ലാവരുടെയും വോട്ട് വാങ്ങുകയാണെന്നല്ലേ സ്ഥാനാർത്ഥികളുടെ നിലപാട്. ഞാൻ പാർട്ടി രാഷ്ട്രീയ നിലപാടാണ് പറഞ്ഞത്. രാഷ്ട്രീയ നിലപാട് ഞങ്ങൾ ഇന്നേ വരെ എടുത്തുള്ള സമീപനം LDF പുറത്ത് വേറെ ആരെങ്കിലുമായി നിങ്ങൾ ആദ്യം ആരോപിച്ചതുപോലെ അല്ലെങ്കിൽ ആരോപിക്കുന്ന ഒരു ഡീലിന്റെ കാര്യമൊന്നും ഇതിൻ്റെ അകത്ത് ഇല്ല എന്നാണ് ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞത്. ഒരു ജില്ലയിലും ബാധിക്കില്ല എന്ന് മാത്രമല്ല, നല്ല രീതിയിൽ അവിടെ മുന്നേറി വരിക ജില്ല മുഴുവൻ. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതെല്ലാം വിട്ടു. ഇപ്പോൾ ആ ഡീലെല്ലാം വിട്ട് അവരെ തന്നെ ഡീലാകാൻ തുടങ്ങി. അതിനകത്തും ഞാനിപ്പോൾ കിടക്കുന്നില്ല. അത് 2 ദിവസമല്ലേ ഉള്ളൂ. 3 ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിൽ ആണ്, അതൊന്നും മുതിർന്നല്ല, അല്ല UDF ആണ്. അതിനൊന്നും പിന്നെ വേറെ വർത്താനം പറയേണ്ട കാര്യമില്ല. UDF ആയിട്ട് മാറി UDF ഭാഗമായിട്ട് മത്സരിക്കുമ്പോൾ പഴയ പാരമ്പര്യം ആലോചിച്ചിട്ടും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ആരെപ്പറ്റി ഞാനതാ പറയുന്നത്. അതിൻ്റെ സംശയം അതെല്ലാം ചർച്ച ചെയ്യല്ലോ. എല്ലാം ചർച്ച ചെയ്തുകൊണ്ടല്ലേ ഞങ്ങൾ ഇലക്ഷൻ റിവ്യൂ പരിശോധിക്കുക. ഞങ്ങൾ ചർച്ച ചെയ്യല്ലോ. അതിനെന്താ സംശയം? പോയി എന്നുള്ളത് അതിന് ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ വ്യക്തത ചെയ്യുന്നുണ്ട്. ഇനി കുറേയും കൂടി വ്യക്തത വരുത്തും. ആര്? അല്ല, എന്തിനു വെറുതെ അതിനെ ശ്രദ്ധയപ്പെടേണ്ട കാര്യം? എനിക്ക് പത്രസമ്മേളനം നടത്തേണ്ട സമയത്തിൽ ഞാൻ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്, ഇനി നടത്തും. ഞങ്ങൾ പൊതുവേ പത്രസമ്മേളനം നടത്താൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഞാനും അതുപോലെ തന്നെ മുഖ്യമന്ത്രി മാത്രം പത്രസമ്മേളനം നടത്തുന്നതിന് പകരം ഞങ്ങൾ CPIM സംസ്ഥാന നേതൃത്വമാകെ സ്വരാജ് ആയാലും അതുപോലെ തന്നെ എളമരം കരീമായാലും EP ജയരാജനായാലും MP ജയരാജനായാലും ഇവരെല്ലാം പത്രസമ്മേളനം നടത്തണമെന്ന് ഞങ്ങൾ തന്നെ തീരുമാനിച്ച് പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
അതിൻ്റെ അകത്ത് സംഘടനാപരമായ ചുമതല കുറേയും കൂടി ആണ്ടിറങ്ങി പോകാൻ എല്ലാ ജില്ലയിലും ബാധ്യതകളുള്ളതുകൊണ്ട് ഞാൻ കുറേയും കൂടി അതിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പത്രസമ്മേളനം ഞാൻ എൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജാഥയിൽ എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തിയ ആളുടെ അതിനെന്ത് വിമുഖത കാണിക്കേണ്ട കാര്യം? ശരി.